ഇക്ക എങ്ങനെയാണ് ആദ്യം കാണുന്നത്? ഞാൻ +1 കഴിഞ്ഞ് നിന്നപ്പോഴത്തേക്ക് ഞാൻ ഇക്കയുടെ ഒരു റീല് കണ്ടു, ഡ്യൂക്ക് ബൈക്കിലുള്ളത്. എനിക്കാണെങ്കിൽ പണ്ട് തൊട്ടേ ഡ്യൂക്ക് ബൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അതെടുത്ത് സ്റ്റോറി ഇട്ടു. അപ്പൊ ഇക്ക എനിക്ക് റിപ്ലൈ തന്നു. എത്ര വയസ്സിലായിരുന്നത്? 16 വയസ്സ്. ഇക്ക എങ്ങനെയൊക്കെ ചിമ്മിനി മോളെ സെറ്റ് ചെയ്തത്? എടാ, അന്നത്തെ കാലത്ത് പേരിനൊരു ഡ്യൂക്ക് ബൈക്ക് വേണം. ഞാനാണെങ്കിൽ വീട്ടിൽ കയറി തൂങ്ങായിരുന്ന സമയത്ത് അച്ഛൻ EMI ആയിട്ടൊരു വണ്ടി എടുത്തു തന്നു. പിന്നെ എന്താ 16 വയസ്സുള്ള പെണ്ണുങ്ങളെല്ലാം കറങ്ങി എന്റെ പണ്ടേ വരും. അപ്പൊ വണ്ടിയെ കുറിച്ച് എല്ലാം അറിയല്ലേ? ഉള്ളത് പറഞ്ഞാൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. EMI അടച്ചില്ലെങ്കിൽ വണ്ടി പിടിച്ചോണ്ടോ, അത് മാത്രം എനിക്കറിയാം. സ്കൂള് വിടുന്ന സമയത്തേ ഇക്ക ഒരു വരവ് വരും, കയ്യൊക്കെ ഇങ്ങനെയാണ് ഇരിക്കണത്. പിന്നെ വണ്ടിയിൽ RPM പൊട്ടണ കാണണം. ഈ വണ്ടിയുടെ RPM ഒക്കെ അടിക്കാൻ അറിയല്ലേ? എന്താടാ നീ കളിയാക്കണാടാ നീ? അല്ല അതല്ല, അങ്ങനല്ല. എന്ത് നീ കുറെ നേരം കൊണ്ട് വരുമ്പോ മറ്റേ ചോദ്യം ചോദിക്കണടാ? നീ ഇഷ്ടപ്പെടല്ലേ നിന്നെ? അല്ല, RPM എനിക്ക് എന്തോന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് ചോദിച്ചാണ്. എനിക്കറിയാം. ഇക്ക ഇത്രയും ക്രഷ് അടിക്കാനുള്ള കാരണം എന്താണ്? എനിക്ക് ഇക്ക വലിയ താല്പര്യമില്ല, പക്ഷെ ഇക്കയിലെ ഡ്യൂക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇക്ക ഡ്യൂക്ക് കൊടുത്താലാ? ഡ്യൂക്ക് കൊടുത്താൽ ഞാൻ ഡൈവോഴ്സ് ആവും. എത്രയോ ഡ്യൂക്കുള്ള പയ്യന്മാർ ഇവിടെ ഉണ്ട്. ഇക്കയുടെ ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്? ഇക്കയുടെ റൈഡിംഗ് പൊസിഷൻ. ഇക്ക കഴുത്ത് നോക്കി പോണേ, കഴുത്തുളുക്കുവേ. ബ്രോ, മറ്റേ കല്യാണത്തിന്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരോ? ഇതിൽ കിടപ്പുണ്ട്, വാ കാണിച്ചു തരാം. മിനിയുടെ വീഡിയോ ഇത്രയും വൈറലാവാനുള്ള കാരണം എന്താ? അത് ഞാൻ ഭയങ്കര ക്യൂട്ടല്ലേ. ലൈവായിട്ട് ഒരു ക്യൂട്ട്നെസ് കാണിക്കോ? വിതിരെ പോയപ്പോ കിട്ടാത്ത മഴ ഇവിടെ കിട്ടി. കണ്ടാ എന്റെ ക്യൂട്ട്നെസ് കണ്ടാ? ഞാൻ ഭയങ്കര ഓവർലോഡറാണ്. എന്തായാലും കുറച്ച് വീഡിയോയിൽ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ വൈറലാവും കേട്ടാ. ചിമ്മിനി വേറെ എവിടെയെങ്കിലും പോയി ക്യൂട്ട് അടിച്ചാലാ? ഞാൻ അത് അങ്ങോട്ട് പറയാൻ വരുവായിരുന്നു. പോവാ.